നമസ്കാരം. വളരെ സന്തോഷകരമായ ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ പങ്കുവെക്കുന്നു. വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ബുധനാഴ്ച മുതൽ, അതായത് 25-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കും. വിതരണ നടപടിക്രമങ്ങൾക്കായി ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം 2026 ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ജനറേഷൻ പ്രവർത്തനങ്ങൾക്കായി സേവന പെൻഷൻ വെബ്സൈറ്റ് 20/2/26 5 മണിക്ക് തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 20-ാം തീയതിക്ക് മുൻപ് തദ്ദേശ സ്ഥാപനങ്ങളിൽ അറിയിച്ചതാണ് ഇക്കാര്യം. 2025 വർഷത്തെ മസ്റ്ററിംഗിൽ പരാജയപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു കാര്യവും 2025 വർഷത്തെ വിവാഹിത അല്ലെങ്കിൽ പുനർവിവാഹിത അല്ല എന്നുള്ള സത്യപ്രസ്താവനയും സമർപ്പിക്കാത്ത ഗുണഭോക്താക്കൾ ആയത് സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ രേഖകൾ അപ്ലോഡ് ചെയ്യൽ, സമർപ്പിക്കൽ, റിവോക്ക്, ഡാറ്റ കറക്ഷൻ എന്നീ നടപടി ക്രമങ്ങൾ 20/2/2026 5 മണിക്ക് മുൻപായി പൂർത്തീകരിക്കേണ്ടതാണ് എന്നും ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്ത് ആധികാരികമാക്കേണ്ടതാണ് എന്നും പ്രാദേശിക സർക്കാരുകളെ 20-ാം തീയതിക്ക് മുൻപായി തന്നെ അറിയിച്ചിട്ടുണ്ട്. വിതരണം 25-ാം തീയതി തന്നെ ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്നീ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിലവിൽ അതാത് മാസത്തെ പെൻഷൻ അതാത് മാസത്തിൽ തന്നെ വിതരണം ചെയ്യുന്നത് കൊണ്ട് അംഗീകരിച്ച പെൻഷൻ അപേക്ഷകൾ ഉണ്ട് എങ്കിൽ അത് 20-ാം തീയതിക്ക് മുൻപ് തന്നെ അപ്രൂവ് ചെയ്ത് ഡിജിറ്റൽ സൈൻ ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യവും നിർദ്ദേശത്തിൽ അറിയിച്ചിട്ടുണ്ട്. 2025 വർഷത്തെ വിവാഹിത അല്ലെങ്കിൽ പുനർവിവാഹിത അല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുവാനുള്ള സമയപരിധി മാർച്ച് മാസം 31-ാം തീയതി വരെയുണ്ട്. അതുപോലെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുവാനുള്ള സമയപരിധി ജൂൺ മാസം 30-ാം തീയതി വരെയും ഉള്ളതിനാൽ ആരും തന്നെ തിരക്ക് കൂട്ടി പുതിയ ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല എന്നും ബിൽ പ്രവർത്തനങ്ങൾക്ക് ശേഷം അപ്ലോഡ് ചെയ്യാവുന്നതാണ് എന്നും ഈ ഒരു വിവരം പ്രാദേശിക സർക്കാരുകളെ, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. നിർദ്ദേശപ്രകാരം 20-ാം തീയതിയോടുകൂടി നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി വിതരണ സർക്കുലറാണ് പ്രസിദ്ധീകരിക്കുവാനുള്ളത്. അതിനുശേഷമാണ് വിതരണം ആരംഭിക്കുന്നത്. 24.64 ലക്ഷം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 25-ാം തീയതിയോടുകൂടി 2000 രൂപ ക്രെഡിറ്റ് ആവുന്നതാണ്. കേന്ദ്ര വീതം ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് 200 രൂപ, 300 രൂപ, 500 രൂപ എന്നിങ്ങനെയുള്ള തുകയുടെ കുറവുണ്ടായിരിക്കും. ഇത് പിന്നീട് നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക്, അതായത് ഒരാഴ്ചക്കകം തന്നെ ഈ തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ആവുന്നതാണ്. 1050 കോടി രൂപയാണ് ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണത്തിനായി നീക്കിവെച്ചിട്ടുള്ളത്. വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് വെള്ളിയാഴ്ചയോടുകൂടി, അതായത് 27-ാം തീയതിയോടെ വിതരണം ആരംഭിക്കുന്നതാണ്. മാർച്ച് 5-ാം തീയതിയോടെ ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം പൂർത്തിയാക്കുവാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിന്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.